ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 2025 ചോദിച്ച ഒരു മുൻവർഷ ചോദ്യപേപ്പറാണ്. ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി നെപ്പോളിയൻ. ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് 2ഉം 3ഉമാണ്, ശരിയായത് 1ഉം 4ഉം. ലാഹോർ സമ്മേളനം കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരുടെ അവർ സമരം നയിച്ച സ്ഥലങ്ങളും നൽകിയിരിക്കുന്നു. ഇവയെ ശരിയായ രീതി ക്രമീകരിക്കാനാണ് ചോദിച്ചത്. ബഹദൂർ ഷാ സെക്കൻഡ് ഡൽഹിയിൽ, ഷാമൽ ബറൌട്ടിൽ, മൗലവി അഹമ്മദുള്ള ഫൈസാബാദ്, ബീഹം ഹസ്രത്ത് മകൾ ലക്നൗ. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം 1865. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് 1865. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് സജി ചെറിയാൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. എ, ബിയും ശരിയായ പ്രസ്താവനകളാണ്. ബി എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്. ഉപ്പ് തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്ന മരുഭൂമികളിലാണ്. മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതലായിരിക്കും. ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഇരുമ്പും നിക്കലുമാണ്. ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന 2ഉം 3ഉമാണ്. ശരിയല്ലാത്ത പ്രസ്താവന. ശരിയായ പ്രസ്താവന 1ഉം 4ഉമാണ്. ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. ഒയാഷിയോ പസഫിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. അപ്പോൾ ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹവും ഒയോഷിയോ പസഫിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹവുമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ആണ് ഇടുക്കി. ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ബി ആണ് ആൻസർ വരുന്നത്. ദാമോദർ നദി ആസാമിൻ്റെ ദുഃഖം. ഗോദാവരി എന്ന് പറയുന്ന ദക്ഷിണ ഗംഗ. കൊയ്ന നദി എന്ന് പറയുന്ന മഹാരാഷ്ട്രയുടെ ജീവനാഡി. ബ്രഹ്മപുത്ര ഇന്ത്യയുടെ ചുവന്ന നദി. ദാമോദർ ആസാമിൻ്റെ ദുഃഖം, ഗോദാവരി ദക്ഷിണ ഗംഗ, കൊയ്ന നദി മഹാരാഷ്ട്രയുടെ ജീവനാഡി, ബ്രഹ്മപുത്ര നദി ഇന്ത്യയുടെ ചുവന്ന നദി. താഴെ പറയുന്ന ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്നത്? ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ് ആണ്. ബ്രൗൺ ഡയമണ്ട് ലിഗ്നൈറ്റ്. താഴെ പറയുന്ന ആർ ബി ഐയുമായി ബന്ധമില്ലാത്തത്. പാവപ്പെട്ടൻ്റെ ബാങ്ക് എന്ന് പറയുന്നത് ആർ ബി ഐയുമായി ബന്ധമില്ലാത്തതാണ്. ആർ ബി ഐയുമായി ബന്ധപ്പെട്ടവ വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ, ബാങ്കുകളുടെ ബാങ്ക്, സർക്കാരിൻ്റെ ബാങ്ക്. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിയ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനമാണ് നബാർഡ്. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജി. താഴെ പറയുന്ന നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ലാത്തത്. ജൈവ കൃഷിരീതി ഉപയോഗിച്ച് കാർഷികോൽപാദനം വർദ്ധിക്കുക നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ല. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ വ്യവസായ മേഖലയിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, മധ്യവർത്തകത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവന സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക. ഹോട്ടൽ, ബാങ്കിംഗ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തൃതീയ മേഖല. ഹിൽട്ടൺ യങ് കമ്മീഷൻ താഴെ പറയുന്ന എന്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്? ആർ ബി ഐ ആണ്. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 1949 നവംബർ 26-ാം ദിവസം ഇതിനാൽ ഒരു ഭരണഘടന സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ബന്ധപ്പെട്ട വാചകമാണ് മുകളിൽ തന്നിരിക്കുന്ന ആമുഖം? താഴെ തന്നിരിക്കുന്ന കൂട്ടത്തിൽപ്പെടാത്തത് ബി ആണ്. ബാക്കി 3ഉം കൂട്ടത്തിൽപ്പെടുന്നത്. സൈനികമോ വിദ്യാഭ്യാസ സംബന്ധമോ ആയ പ്രാഗൽഭ്യമല്ലാത്ത യാതൊരു സ്ഥാനപ്പേരും രാഷ്ട്രം നൽകുവാൻ പാടില്ല എന്ന് പറയുന്ന വകുപ്പാണ് വകുപ്പ് 18. തൊട്ടുകൂടായ്മ നിർത്തലാക്കുകയും ഇതിൻ്റെ ഏത് രൂപത്തിലുള്ള ആചരണവും വിലക്കുകയും ചെയ്തിരിക്കുന്ന വകുപ്പ് 70. മനുഷ്യ കച്ചവടത്തിൻ്റെയും നിർബന്ധിച്ച് പണി ചെയ്യിക്കലിൻ്റെയും നിരോധനം വകുപ്പ് 23. അടുത്ത ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഡി ആണ് ആൻസർ. 1 ഡി ആണ് വരുന്നത്. അതായത് 42-ാം ഭേദഗതി, ചെറിയ ഭരണഘടന, മൗലിക കടമകൾ. 44-ാം ഭേദഗതി, വകുപ്പ് 300A 1978. 73-ാം ഭേദഗതി, വകുപ്പ് 11-ാം പട്ടിക, ത്രിതല പഞ്ചായത്ത്. 86-ാം ഭേദഗതി, വകുപ്പ് 21 വിദ്യാഭ്യാസം, മൗലിക അവകാശം.
താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെ വിഷയങ്ങളാണ്? വിദ്യാഭ്യാസം, വനങ്ങൾ, മായം ചേർക്കൽ, തൊഴിലാളി സംഘടന, വിവാഹവും വിവാഹമോചനവും, ദത്തെടുക്കലും പിന്തുടർച്ചയും. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏതെന്ന് വെച്ചാൽ 4ആണ്. രാഷ്ട്രപതിയുടെ ഗവർണറെ നിയമിക്കാനുള്ള അധികാരം ഇതിൽ പെടുന്നതല്ല. ബാക്കി 3ഉം രാഷ്ട്രപതിയുടെ വിവേചനാധികാരമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാം. മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം. രാഷ്ട്രപതിയുടെ പോക്കറ്റ് വീറ്റോ അധികാരം. മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാം. ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ-ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി 104 ഭേദഗതിയാണ്. ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ-ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി 104 ഭേദഗതി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത്. എല്ലാ പ്രസ്താവനയും ശരിയാണ്. ഇന്ത്യയിലെ നിയമസഭ, ലോക്സഭാ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണ്ണയിക്കാൻ അധികാരം ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവുകളെ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചത് 1951 ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അപ്പോൾ ഇന്ത്യയിലെ നിയമസഭ, ലോക്സഭാ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണ്ണയിക്കാൻ അധികാരം ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവുകളെ ഒരു കോടതിക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചത് 1951 ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന 1ഉം 2ഉം 4ഉമാണ്. ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് 280 ഇതിൻ്റെ കാലാവധി 5 വർഷമാണ്. ഡോക്ടർ അരവിന്ദ് പനഗരിയാണ് ഇതിൻ്റെ ചെയർമാൻ. അപ്പോൾ ഇന്ത്യൻ ധനകാര്യ കമ്മീഷൻ ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് 280 കാലാവധി 5 വർഷം. ഡോക്ടർ അരവിന്ദ് പനഗരിയ ചെയർമാൻ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടപ്പോൾ ശരിയായ പ്രസ്താവന എല്ലാം ശരിയാണ്. സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം നൽകണം. 15 ദിവസത്തിനകം തൊഴിൽ നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനം നൽകണം. തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായാൽ അപേക്ഷിച്ച് 15 ദിവസത്തിനകം തദ്ദേശീയ ജോലികൾ നൽകാം. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ KSSM എത്ര അംഗങ്ങളാണുള്ളതെന്ന് വെച്ചാൽ 15 അംഗങ്ങൾ. താഴെ പറയുന്ന എത്ര വയസ്സ് തികഞ്ഞവരെ വേണം മുതിർന്ന പൗരനായി കണക്കാക്കുന്നത്? 60 വയസ്സ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്ന റവന്യൂ വകുപ്പ് മന്ത്രി. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോണമി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് രാംഡിയോ മിശ്രയാണ്. താഴെ പറയുന്ന തെറ്റായ പ്രസ്താവന. ഗ്രീൻ ക്രോസ് ഇൻ്റർനാഷണൽ സ്ഥാപിച്ച വർഷം 1995 തെറ്റായിട്ടുള്ളത്. ബാക്കി 2 ശരിയാണ്. UNEP സ്ഥാപിതമായത് 1972. പരിസ്ഥിതി ഗ്രീൻ പീസ് ആരംഭിച്ച 1971. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ 1ഉം 2ഉം 3ഉമാണ്. സാൽമണലോ ടൈഫി പരത്തുന്ന ടൈഫോയിഡ് രോഗികളിൽ രോഗം കാഠിന്യമേറുന്ന സന്ദർഭങ്ങളിൽ കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നു. പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ രോഗത്തിൽ വിറയലോട് കൂടിയ ശക്തമായ പനി ലക്ഷണമായി കണക്കാക്കപ്പെടുന്നു. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗികളിൽ പനി, ചുമ, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നു. മനുഷ്യൻ്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ ഭീമമായ രീതിയിൽ ജീവികളുടെ വംശനാശത്തിന് കാരണമാകുന്നുവെന്ന് വെളിവാക്കുന്ന 6ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എലിസബത്ത് കോൾബർട്ട് ആണ്. ഒരു നിശ്ചിത അളവിൽ കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഹരിതഗ്രഹ വാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റാണ് കാർബൺ ക്രെഡിറ്റ്. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിന് കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ജീവനി. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഉയരം കൂടുന്നതനുസരിച്ച് ഗുരുത്വാകർഷണം കുറയുന്നു. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 15 സെൻറ്റിമീറ്ററാണ്. അതിൻ്റെ ഫോക്കസ് ദൂരം 0.07 mm ആണ്. എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത് മാലൂസ് നിയമമാണ്. അപ്പോൾ എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയറുമായി ബന്ധപ്പെട്ടത് ഹൂക്ക് നിയമം, പാസ്കൽ നിയമം, ന്യൂട്ടൺ 3ാം ചലന നിയമം. താഴെ പറയുന്ന ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? ചന്ദ്രയാൻ 4. പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് ഡി ബ്രോഗ്ലി. എന്ന കോർഡിനേഷൻ സംയുക്തത്തിലെ കോപ്പറിൻ്റെ ഓക്സീകരണ അവസ്ഥയാണ്. ബി ആണ് ആൻസർ.
താഴെ കൊടുത്തിരിക്കുന്ന ലൂയിസ് ബേസ് അല്ലാത്തത് കാർബൺ ഡൈ ഓക്സൈഡ്. 2021 രസായന നോബൽ പ്രൈസ് എന്തിൻ്റെ കണ്ടുപിടുത്തം? ക്വാണ്ടം ഡോട്ട്സ്. താഴെ പറയുന്ന ശരിയായ പ്രസ്താവന. ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ച തെന്മല കൊല്ലം ജില്ലയിലാണ്. വെളുത്തുമ്പി ദളവയുടെ കുണ്ടർ വിളംബരം നടന്നത് കൊല്ലം ജില്ലയിലാണ്. താഴെ പറയുന്ന ശരിയായ പ്രസ്താവന എല്ലാം ശരിയാണ്. ഭാരത സർക്കാരിൻ്റെ ജിയോഗ്രഫിക്കൽ പേറ്റന്റ് ടാഗ് ആദ്യമായി ലഭിച്ചത് ആറന്മുള കണ്ണാടിക്കാണ്. JC ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വനിത ആറന്മുള പൊന്നമ്മയാണ്. ഒളിമ്പിക്സ് ഫുട്ബോൾ ടീമിൽ അംഗമായ ആദ്യ മലയാളി കായിക താരം തോമസ് മത്തായി വർഗീസാണ്. പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം ആറന്മുളയാണ്. അപ്പോൾ ഭാരത സർക്കാരിൻ്റെ ജിയോഗ്രഫിക്കൽ പേറ്റന്റ് ടാഗ് ആദ്യമായി ലഭിച്ചത് ആറന്മുള കണ്ണാടിക്കാണ്. JC ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വനിത ആറന്മുള പൊന്നമ്മയാണ്. ഒളിമ്പിക്സ് ഫുട്ബോൾ ടീമിൽ അംഗമായ ആദ്യ മലയാളി കായിക താരം തോമസ് മത്തായി വർഗീസാണ്. പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ആറന്മുളയാണ്. അടുത്ത താഴെ പറയുന്ന പ്രസ്ഥാനം ബന്ധപ്പെട്ട് വ്യക്തിയെ തിരിച്ചറിയാനാണ് ചോദിച്ചത്. അയ്യത്താൻ ഗോപാലൻ, അതായത് സാരാഞ്ജനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചു. 1898 ജനുവരിയിൽ കോഴിക്കോട് ബ്രഹ്മസമാജത്തിൻ്റെ ശാഖ സ്ഥാപിച്ചു. റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചു. ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. അപ്പോൾ സരോജിനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചു. 1898 ജനുവരിയിൽ കോഴിക്കോട് ബ്രഹ്മസമാജത്തിൻ്റെ ശാഖ സ്ഥാപിച്ചു. റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചു. ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ICC ചാമ്പ്യൻഷിപ്പ് ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന 2, 3 തെറ്റായിട്ടുള്ള പ്രസ്താവന. ശരിയായിട്ടുള്ളത് 1, 4. 2002, 2013, 2025 എന്നീ വർഷങ്ങളിൽ ഇന്ത്യ ജേതാക്കളായി. ന്യൂസിലാൻഡ് കിരീടം നേടിയ വർഷം 2000 താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് 1, 3. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്രിസ്റ്റി കാവൻട്രി. ഈ പദവി എത്തുന്ന ആദ്യ ആഫ്രിക്കൻ വംശജയാണ്.